എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട. രാവിലെ മുതലേ കഴുത്ത് വേദനയായിരുന്നേ. ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദന. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നേ. പിന്നെ ഒരു വിധത്തിൽ അമ്മമ്മയാണ് കഴുത്തൊക്കെ തിരുമ്പി തന്ന് സെറ്റാക്കി തന്നത് കേട്ടോ. എന്തായാലും ടൗണിൽ പോകണം. അതുകൊണ്ട് തന്നെ ആ ടൈമിൽ ഹോസ്പിറ്റലിൽ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അമ്മമ്മ ആൻറ്റി എനിക്ക് ഫുഡ് എടുത്ത് തരുവാണേ. ഇന്ന് ചോറും മുട്ട പൊരിച്ചതും പയറുതോരനും അതുപോലെ തന്നെ അച്ചാറുണ്ടായിരുന്നേ. സെറ്റ് ഫുഡായിരുന്നു. അതും കഴിച്ച് ഞാൻ നേരെ ടൗണിലേക്ക് പോയിട്ടോ. പോകുന്ന സമയത്ത് ക്ലൈമറ്റ് വലിയ രസം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുണ്ട കാലാവസ്ഥയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് ഈ വെതർ തീരെ ഇഷ്ടപ്പെട്ടില്ല. നമ്മളിപ്പോൾ ഉള്ളത് പുൽപ്പള്ളിയിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ. ഇത് പുതിയ ബിൽഡിംഗ് ആണ്. പഴയ ബിൽഡിംഗ് വേറെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്ന് ടോക്കൺ എടുക്കാൻ നോക്കിപ്പോണ്ടല്ലോ ഒടുക്കത്തെ ക്യൂ. എന്തായാലും ഈ പരിപാടി അടക്കില്ലെന്ന് മനസ്സിലായി നമ്മൾ നേരെ പോയത് സ്പാഗുവില്ല കേട്ടോ. നമ്മുടെ സ്ഥിരം പരിപാടി തന്നെ ഒരു ചായ കുടിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അപ്പോഴാട്ടോ ഞാൻ എൻ്റെ ചെരുപ്പിൻ്റെ കേസ് ഓർത്ത് റൂമിലിടാൻ വേണ്ടി ചെരുപ്പ് മേടിക്കണേ. ഷോമോറിലുണ്ടെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയിട്ടോ. അവിടെ ചെന്നപ്പോൾ കളക്ഷൻ ഒന്നും ഇല്ലാത്ത കാരണം അവിടെ നിന്ന് എടുത്തില്ലേ. അപ്പോഴാട്ടോ ഈ സംഭവം ഞാൻ ശ്രദ്ധിക്കുന്നത്. ഷോമോറിൽ ക്രിസ്മസ് ആയത് കാരണം ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയതും അതുപോലെ തന്നെ സ്റ്റാറുകളും പുൽക്കൂടുകളും കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് വന്നാൽ മതിയേ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കാപ്പിസെറ്റ് സ്കൂളിലേക്ക് കേട്ടോ. ഞാൻ പഠിച്ച സ്കൂളാണ് കാപ്പിസെറ്റ് സ്കൂള്. കിച്ചപ്പൻ അവിടെയാണ് പഠിക്കുന്നത്. അവനെ കൂട്ടാൻ പോയതാട്ടോ. അവിടെ ചെന്നപ്പോൾ എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട. എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജി അടിച്ചിട്ടോ. കാരണം 2ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഞാനിവിടെ കേട്ടോ പഠിച്ചത്. കൂടെ പഠിച്ച ഫ്രണ്ട്സിനെയും അധ്യാപകരെയും എല്ലാവരെയും ഓർത്തു കേട്ടോ. നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ആ ടൈം കിട്ടിയത്. പിന്നെ കിച്ചപ്പനെയും കൂട്ടി ചായ കുടിക്കാൻ പോയി കേട്ടോ. അവനൊരു പഴംപൊരിയും മേടിച്ചു കൊടുത്ത് ഞാനൊരു ചായയും കുടിച്ച് നേരെ വീട്ടിൽ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ഗേസ്.